Okay, first question okay. For a broad gauge road with m plus 7 sleeper density, the number of sleepers per rail length. അപ്പം നമുക്ക് കാണേണ്ടത് number of sleepers ആണ്. Okay, അപ്പം number of sleepers m plus 7 ആണെന്ന് പറയുന്നില്ലേ. അപ്പം ലെങ്ത് ഓഫ് വൺ റെയിൽ ഇൻ ബ്രോഡ് ഗേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലെങ്ത് ഓഫ് അതായത് വൺ റെയിൽ ഇൻ ബ്രോഡ് ഗേജ് നമ്മൾ അറൗണ്ട് എത്ര പഠിച്ചത് 13 ആയിരുന്നു പഠിച്ചത് അല്ലേ. അറൗണ്ട് 12.87 സംതിങ്. അപ്പോൾ അത് 13 ആണ്. അപ്പം 13 പ്ലസ് 7 ദാറ്റ് ഈസ് 20. അപ്പം നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് എത്ര ആണ് 20 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കി. In a broad gauge railway track, the specified ruling gradient. നമുക്ക് ruling gradient തന്നിട്ടുണ്ട് 1 in 250 ആണ്. The horizontal curve of 3 degree on a gradient of 1 in 250 will have a permissible gradient. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, നമുക്ക് ഡിഗ്രി ഓഫ് കർവ് 3 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് പെർമിസിബിൾ ഗ്രേഡിയന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂളിംഗ് ഗ്രേഡിയന്റ് എത്രയാണ് തന്നേക്കുന്നത്? റൂളിംഗ് ഗ്രേഡിയന്റ് തന്നേക്കുന്നത് 1 in 250 എന്നാണ് തന്നേക്കുന്നത്. 1 in 250 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? ഒരു 0.4% വരും അല്ലേ. അപ്പം പിന്നെ നമുക്ക് എന്താ അറിയാവുന്നത്? ഗ്രേഡ് കോമ്പൻസേഷൻ അറിയാം അല്ലേ. ഗ്രേഡ് കോമ്പൻസേഷൻ ബ്രോഡ് ഗേജ് ട്രാക്കിന് എത്രയായിരുന്നു? അറൗണ്ട് 0.04% പെർ ഡിഗ്രി ഓഫ് കർവ് എന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ 0.04% ഇൻറ്റു ഇവിടെ എത്ര ഡിഗ്രി ഓഫ് കർവ് 3 ആണ് അല്ലേ. അപ്പോൾ എത്ര വരും? 0.12% എന്ന് വരും. അപ്പം നമ്മുടെ പെർമിസിബിൾ ഗ്രേഡിയന്റ് എത്ര ആകും? പെർമിസിബിൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് റൂളിംഗ് ഗ്രേഡിയന്റിൽ നിന്ന് ഗ്രേഡ് കോമ്പൻസേഷൻ കുറയ്ക്കുക. അതായത് എത്ര കുറയ്ക്കണം? 0.12 കുറയ്ക്കണം. അപ്പം എത്ര വരും? അറൗണ്ട് ഒരു 0.28% എന്ന് വരും. അതിനെ നമ്മൾ ഗ്രേഡിയന്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് 1 in 350. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ 1 in 357 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കി. അടുത്തത് ബെല്ലാസ്റ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ റെയിൽവേ ട്രാക്ക് ടു മെയിൻറ്റെയിൻ. എന്തിനു വേണ്ടിയിട്ടാ? ടു മെയിൻറ്റെയിൻ ഇലാസ്റ്റിസിറ്റി. ഈ ബെല്ലാസ്റ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ റെയിൽവേ ട്രാക്ക് ടു മെയിൻറ്റെയിൻ ഇലാസ്റ്റിസിറ്റി. അത് തന്നെ വേറെ ക്വസ്റ്റ്യനായിട്ടും ചോദിച്ചിട്ടുണ്ട്. റെയിൽ ട്രാക്ക് ഈസ് ഇലാസ്റ്റിക് മെയിൻലി ബിക്കോസ് ഓഫ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൽ ട്രാക്ക് ഈസ് ഇലാസ്റ്റിക് മെയിൻലി ബിക്കോസ് ഓഫ് ബെല്ലാസ്റ്റ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്തത് ദ ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസസ് ഓഫ് റെയിൽ ഹെഡ്സ് അറ്റ് ടോപ്പ്. അപ്പൊ ഇന്നർ ഫേസസ് ഓഫ് റെയിൽ ഹെഡ് അറ്റ് ടോപ്പിന് എന്താ പറയുന്നത്? നമ്മൾ ഗേജ് ഓഫ് ദ ട്രാക്ക് എന്നാ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ദ സ്ലോപ്പ് ഗിവൺ ടു ദ വീൽസ് ടു സ്യൂട്ട് ദ സ്ലോപ്പ് ഓഫ് റെയിൽസ് ഈസ് നോൺ ആസ്. നമ്മൾ ആ വീലിന് കൊടുക്കുന്ന ആ സ്ലോപ്പിന് നമ്മൾ എന്താ പറഞ്ഞത്? കോണിങ് ഓഫ് വീൽസ്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി കോണിങ് ഓഫ് വീൽസ് ആണ് ആൻസർ. ഇതും ഒത്തിരി തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് റെയിൽ സീറ്റ് ഈസ് ഗിവൺ അറ്റ് എ സ്ലോപ്പ് ഓഫ്. റെയിൽ സീറ്റിന് ഏത് സ്ലോപ്പ് കൊടുക്കുന്നത് നമ്മൾ? 1 in 20 അല്ലേ. നമ്മൾ പഠിച്ചായിരുന്നു 1 in 20. അടുത്തത് ക്രീപ്പ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് റെയിൽ ആണ് എന്ത് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിയേ. ഫോർ എ സ്ലീപ്പർ ഡെൻസിറ്റി ഓഫ് n+5, the number of sleepers required for constructing broad gauge railway track of length 650 meter. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ബ്രോഡ് ഗേജ് ട്രാക്ക് ആണെന്ന് പറയുമ്പോൾ നമ്മൾ m+5 എന്നുള്ള ഇവർ n+5 എന്നാണ് തന്നേക്കുന്നത്. എം അറിയാം നമുക്ക് എത്ര? 13 മീറ്റർ ആണെന്ന് അറിയാറില്ലേ. പിന്നെന്താ? ലെങ്ത് ഓഫ് ദ ട്രാക്ക് നമുക്ക് 650 മീറ്റർ അല്ലേ. അപ്പം ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി എന്താ? അപ്പം നമുക്ക് എത്ര റെയിൽസ് വേണ്ടി വരും? നമ്പർ ഓഫ് റെയിൽസ് എത്ര വേണ്ടി വരും? നമ്പർ ഓഫ് റെയിൽസ് ഈ 650 മീറ്ററിൽ 650 ഡിവൈഡഡ് ബൈ 13, അതായത് അറൗണ്ട് 50 റെയിൽസ് വേണ്ടി വരും. നമ്മുടെ സ്ലീപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട് n+5 എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ n+5 എത്ര വരും? 13 + 5 എന്ന് പറയുന്നത് 18 ആയിട്ട് വരും അല്ലേ. അപ്പോൾ സ്ലീപ്പർ ഡെൻസിറ്റി 18 ആണ്. പെർ ലെങ്തിൽ 18 ആണ്. നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് വേണ്ടത് നമ്പർ ഓഫ് റെയിൽസ് വേണ്ടത് 15 ആണ്. അപ്പം നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് എത്ര വരും? നമ്പർ ഓഫ് സ്ലീപ്പർ നീഡഡ് എന്ന് പറയുന്നത് എത്ര വരും? നമ്പർ ഓഫ് റെയിൽസ് അതായത് 50 റെയിൽ വേണം. അതിൽ 18 സ്ലീപ്പർ വീതം വേണം. അപ്പോൾ എത്ര വരും? 18 × 5 90 അല്ലേ. അപ്പോൾ അറൗണ്ട് 900 സ്ലീപ്പേഴ്സ്. നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് എത്രയാണ്? 900. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ 900. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റെപ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്ത നോക്കിയേ ഓപ്ഷൻ ബി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം ക്യാൻ ഫോർ എ കർവ് ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട് 400 മീറ്റർ. ഇനി ബ്രോഡ് ഗേജ് ട്രാക്ക്, ബ്രോഡ് ഗേജ് ആകുമ്പോൾ നമുക്ക് എന്തറിയാം, ജി അറിയാം, 1.676 ആണെന്നറിയാം. ഇഫ് ദ പെർമിറ്റഡ് സ്പീഡ് ഈസ് 50 km/h, എന്താ ഇക്വിലിബ്രിയം ക്യാൻ്റെ ഇക്വേഷൻ, ജി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127r. ജി എത്രയാണ് 1.676, വി എത്രയാണ് 50, ദ ഹോൾ സ്ക്വയർ, വി സ്ക്വയർ ആയത് കാരണം km/h തന്നെ ഇക്വേഷൻ അത്. ഇനി 127 × 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അറൗണ്ട് 8.25 സംതിങ് ആ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 8.25 സെന്റിമീറ്റേഴ്സ് ആണ് തോന്നുന്നു. ഓപ്ഷൻ ഡി നോക്കാവേ, 8.25 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോണിങ് ഓഫ് വീൽസ് ഇൻ ലോക്കോമോട്ടീവ് ഈസ് ടു. കോണിങ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്, ലാറ്ററൽ മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അത് കറക്റ്റ് ആണ്. സ്മൂത്ത് റണ്ണിങ് ആകാൻ വേണ്ടി, അതും കറക്റ്റ് ആണ്. അവോയ്ഡ് എക്സസീവ് വിയർ ഓഫ് ഇന്നർ ഫേസസ്, അതും കറക്റ്റ്. അപ്പോൾ 3 ഓപ്ഷനും കറക്റ്റ് ആയത് കാരണം നമ്മുടെ ഓപ്ഷൻ